വെൽക്കം ടു ലൈഫ് വിത്ത് ഒപ്റ്റോം. ഞാൻ മാളവിക, കറന്റ് എയർലൈനിൽ വർക്ക് ചെയ്യുന്നു. സോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് DL-നെ പറ്റിയിട്ടാണ്. അപ്പൊ കുറെ പേരുടെ അടുത്ത് കൺഫ്യൂഷൻ, ഞാൻ പല വീഡിയോയിലും DL എന്ന് പറഞ്ഞപ്പോൾ ചില ആൾക്കാർക്ക് അത് കിട്ടുന്നില്ല, എന്താ സംഭവം. അപ്പൊ DL എന്ന് പറഞ്ഞാൽ ഡിസിഷൻ ലെറ്റർ. ഇനി എന്താണ് ഡിസിഷൻ ലെറ്റർ? ഈ ഡിസിഷൻ ലെറ്റർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾക്കുള്ളിൽ അതിന് റിപ്ലൈ കൊടുക്കണം, ഒരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് എത്ര ടൈം ഉണ്ട്, അല്ലെങ്കിൽ ആ ഡിസിഷൻ ലെറ്ററിൽ എന്തൊക്കെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തൊക്കെയാണ്, ഇങ്ങനെ കുറെ ഡൗട്ട്സ് ഇല്ലേ, എല്ലാം ഞാൻ ആൻസർ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്തെങ്കിലും കമന്റ്സോ സജഷൻസോ ഉണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്തോളുക. എന്തിനെ പറ്റിയിട്ടെങ്കിലും പെർട്ടിക്കുലർലി നിങ്ങൾക്ക് അറിയണം അല്ലെങ്കിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിലും കമന്റ് ബിലോ കേട്ടോ. വീണ്ടും ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇൻസ്റ്റാഗ്രാമിലെ ചില മെസ്സേജസ് ഒക്കെ ഞാൻ വിട്ടു പോകുന്നുണ്ട്, അതുപോലെ തന്നെ ലിങ്ക്ഡിനിലും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ യൂട്യൂബിലെ ഏതെങ്കിലും വീഡിയോയോ കമ്മ്യൂണിറ്റി പോസ്റ്റിന് അണ്ടറിലോ കമന്റ് ചെയ്തോളൂ കേട്ടോ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ DL മീൻസ് ഡിസിഷൻ ലെറ്റർ. എപ്പോഴാണ് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ ലെറ്റർ കിട്ടുന്നത്? നിങ്ങൾ വൺസ് CORUവിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, അതിൽ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യുന്നു, പേയ്മെന്റ് ചെയ്യുന്നു, അതിനുശേഷം മിസ്സിംഗ് ഡോക്യുമെന്റ്സ് കൊടുക്കുന്നു, പിന്നീട് നിങ്ങൾക്ക് ഫയൽ കംപ്ലീറ്റ് വരുന്നു. അപ്പോൾ ഫയൽ കംപ്ലീറ്റ് വന്നു കഴിഞ്ഞിട്ട് 4 മാസം ടു 4 months ആണ് യൂഷ്വലി പറയുന്നത്. 4 മാസം അല്ലെങ്കിൽ 5 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് CORU തരുന്ന ഫൈനൽ നിങ്ങളുടെ പ്രൊഫൈലിനെ മുഴുവൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് തന്നെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ഡിസിഷൻ ലെറ്റർ എന്ന് പറയുന്നുണ്ടാവുക. ഇനി ഡിസിഷൻ ലെറ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്? ഇതല്ല നിങ്ങളുടെ ക്വസ്റ്റ്യൻ. സോ ഡിസിഷൻ ലെറ്ററിൽ മെയിൻ ആയിട്ട് നമുക്ക് 4 കാര്യങ്ങളാണ് വരാനായിട്ട് സാധ്യത. ഫസ്റ്റ് വൺ, നിങ്ങളുടെ പ്രൊഫൈൽ ഫുള്ളി ഓക്കെ ആണ്, നിങ്ങൾ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊവിഷൻസ് ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള രജിസ്ട്രേഷനിലോട്ട് പോകാം, ദെൻ നിങ്ങളെ ആ ബുക്കിലോട്ട് എൻറോൾ ചെയ്യുന്നതാണ്. സോ ഇത് കാണുമ്പോൾ നമ്മൾ ശരിക്കും ഭയങ്കര ഹാപ്പി ആവും അല്ലേ? പക്ഷെ ഇങ്ങനെ കിട്ടുന്ന ആൾക്കാർ വളരെ ലക്കിയാണ് കേട്ടോ, എനിക്കത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ എന്താ പറയാ, ദൈവം നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കുന്നുണ്ടെന്ന് തന്നെ എനിക്ക് പറയണം. കാര്യം ഒരുപാട് നാളുകളായിട്ട് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ പോർട്ട്ഫോളിയോ പ്രിപ്പയർ ചെയ്യുന്നത് മാത്രമല്ല, നമുക്ക് എത്ര അറിയുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്നതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമല്ല DL. അത് നിങ്ങളുടെ ആ പേപ്പേഴ്സ് ഏത് ബെഞ്ചിലാണോ നോക്കുന്നത് അവരുടെ പോലെ ഇരിക്കും, അവരെടുക്കുന്ന ഒരു ഡിസിഷൻ പോലെ ഇരിക്കും. അപ്പം അതിനകത്ത് നമ്മുടെ കയ്യിലല്ലാതെ ഒരു 50% ദൈവത്തിന്റെ കയ്യിലുള്ള കാര്യം കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്കതാണ്, പല ആൾക്കാരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ. ഇനി സെക്കൻഡ് വൺ, അവർ പറയുന്നത് ഡെഫിസിറ്റ് ഉണ്ട് നിങ്ങൾക്ക്, നിങ്ങൾ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊവിഷൻസ് മീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു 3 ഓപ്ഷൻസ് തരും. ഫസ്റ്റ് വൺ വന്നിട്ട് അഡാപ്റ്റേഷൻ, സെക്കൻഡ് വൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, തേർഡ് വൺ അപ്പീൽ. ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. ഇനി എത്ര നാളുണ്ട് നമുക്കിത് പിക്ക് ചെയ്ത് നമുക്കൊരു ഡിസിഷനിലോട്ട് എത്തിയിട്ട് നമ്മളിത് CORUവിനെ അറിയിക്കാൻ? 30 days. നിങ്ങളുടെ ഡിസിഷൻ ലെറ്റർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ CORUവിന് തിരിച്ച് റിപ്ലൈ കൊടുക്കണം. അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ റെക്കഗ്നേഷന്റെ മെയിൽ ID-യിലോട്ട്, CORUവിന് റെക്കഗ്നേഷൻ മെയിൽ ഉണ്ട്, അത് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം, ആ റെക്കഗ്നേഷൻ മെയിൽ ID-യിലോട്ട് നിങ്ങൾ റിപ്ലൈ ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ തെൻഷ്യ മെസ്സേജ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ആ തെൻഷ്യ മെസ്സേജ് ത്രൂ നിങ്ങൾ നിങ്ങളുടെ ഡിസിഷൻ അറിയിക്കുക. ഇനി എന്താണ് അഡാപ്റ്റേഷൻ? അഡാപ്റ്റേഷൻ എന്താണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്ന കണ്ടു, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് ഇൻക്ലൂഡ് ചെയ്തത്. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ നാട്ടിൽ ഒരു ഇന്റേൺഷിപ്പ് പോലെയാണ്. നമ്മൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് എല്ലാവർക്കും തന്നെ ഇന്റേൺഷിപ്പ് ഉണ്ടാവുമല്ലോ, 4th year യൂഷ്വലി ഇന്റേൺഷിപ്പ് ആയിരിക്കും. അപ്പോൾ ഒരു ഇന്റേൺഷിപ്പിനെയാണ് ബേസിക്കലി അഡാപ്റ്റേഷൻ എന്ന് പറയുക. പക്ഷെ ഇതിനകത്ത് ഒരു ചലഞ്ചിങ് പാർട്ട്, നമ്മൾ എവിടെ അഡാപ്റ്റേഷൻ ചെയ്യും അല്ലെങ്കിൽ ആരുടെ കീഴിൽ ചെയ്യും എന്നുള്ളതാണ് ഒരു ചലഞ്ചിങ് പാർട്ട്. നിങ്ങളുടെ പ്രൊഫഷൻ ഏതും ആയിക്കോട്ടെ, ഫിസിയോതെറാപ്പിസ്റ്റ്, ഡയറ്റീഷ്യൻ, ഓപ്റ്റോമെട്രിസ്റ്റ്, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, എന്താണെങ്കിലും നിങ്ങളുടെ പ്രൊഫഷനിൽ CORU രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിന്റെ അണ്ടറിലാണ് നിങ്ങൾ ഈ പറയുന്ന അഡാപ്റ്റേഷൻ ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, അത് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? CORU കണ്ടുപിടിച്ച് തരുമോ? CORU കണ്ടുപിടിച്ച് തരില്ല, നമ്മൾ തന്നെ നമ്മുടെ എംപ്ലോയറെ കണ്ടുപിടിക്കണം. അത് കുറച്ചൊരു എന്താ പറയാ, കുറച്ചൊരു ടാസ്ക് ആണ്. പക്ഷെ ഒന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനൊക്കെ പറ്റും കേട്ടോ. മാക്സിമം ഒന്ന് മനസ്സറിഞ്ഞൊന്ന് ട്രൈ ചെയ്താൽ മതി. ഞാൻ എങ്ങനെ എൻ്റെ എംപ്ലോയറെ കണ്ടുപിടിച്ചെന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഞാൻ എങ്ങനെ, എനിക്കും അഡാപ്റ്റേഷൻ ആയിരുന്നു. സോ ഞാൻ അഡാപ്റ്റേഷൻ എങ്ങനെയാണ് എൻ്റെ എംപ്ലോയറെ കണ്ടുപിടിച്ചെന്നുള്ളത് നിങ്ങൾ പറയും, നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോ ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ല കേട്ടോ. അപ്പം നിങ്ങൾ എംപ്ലോയറെ കണ്ടുപിടിക്കണം. ആൻഡ് എംപ്ലോയറെ കണ്ടുപിടിച്ചതിന് ശേഷം അപ്പം നിങ്ങൾ അഡാപ്റ്റേഷൻ ചൂസ് ചെയ്തു എന്ന് പറഞ്ഞ CORUവിന് നിങ്ങൾ മെയിൽ അയക്കുന്ന സമയത്ത് തന്നെ അഡാപ്റ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഒരു POA പ്രപ്പോസൽ ഫോം ഉണ്ട്. അപ്പോൾ ആ ഫോം അവർ അയച്ചു തരും, അത് നമ്മൾ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. എഗെയിൻ CORU അത് റിവ്യൂ ചെയ്യും. റിവ്യൂ ചെയ്തതിന് ശേഷം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ സ്റ്റാർട്ട് ചെയ്തോളാൻ പറയും. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന ഓരോ അവേഴ്സ് ആയിരിക്കും അവർ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ അഡാപ്റ്റേഷൻ ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് അല്ലെങ്കിൽ അഡാപ്റ്റേഷനെ കുറിച്ച് സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളാം കേട്ടോ, ഞാൻ പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ഇതാണ് അഡാപ്റ്റേഷനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി സെക്കൻഡ് വൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇതിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി ഒരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും DLന്റെ പാർട്ടായതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും കൂടെ മെൻഷൻ ചെയ്യാം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബേസിക്കലി എക്സാം ആണ്. നിങ്ങൾക്ക് വൈവേ ഉണ്ടാകും, പ്രാക്ടിക്കൽ എക്സാംസ് ഉണ്ടാകും. നിങ്ങൾക്ക് റിയൽ പേഷ്യൻസിനെയാണ് തരുന്നത്. നമ്മൾ നഴ്സിങ്ങിനൊക്കെ എന്ന് പറഞ്ഞാൽ റിയൽ പേഷ്യൻസ് അല്ല, പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി ഒപ്റ്റോമെട്രിക്കൊക്കെ എനിക്ക് തോന്നുന്നു റിയൽ പേഷ്യൻസ് തന്നെയാണ്. ബാക്കിയുള്ള പ്രൊഫഷനെ പറ്റി എനിക്ക് അത്ര അറിയില്ല, പക്ഷേ യൂഷ്വലി റിയൽ പേഷ്യൻസ് ആണ് CORUവിൽ കാണാറുള്ളത് എക്സാമിന്. അപ്പോൾ അത് ചെയ്യും. ഇപ്പം അതിനൊരു പ്രിഫേർഡ് ആയിട്ടുള്ള പാറ്റേൺ ഒന്നുമില്ല, എല്ലാവർക്കും സെയിം രീതിയിലല്ല എക്സാമിന് നടക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എക്സാമിനർ ആയിരിക്കും. നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ എക്സാം ഒരു ജൂലൈയിലാണെങ്കിൽ ജൂൺ 1 മന്ത് ബാക്കിലായിരിക്കും നിങ്ങളെ അറിയിക്കുന്നത് എക്സാം ഉണ്ടെന്നുള്ളത്. ആ ടൈമിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യും. സോ എക്സാമിന്റെ ഫീസ് വരുന്നത് €500 ആണ്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് ഞാനൊന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാനിവിടെ ആഡ് ചെയ്തേക്കാം. അല്ലെങ്കിൽ €500 തന്നെയാണ് എക്സാമിന്റെ ഫീസ് ആയിട്ട് വരുന്നത്. അത് നിങ്ങൾ പേ ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ എക്സാമിനർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഓക്കെ, എക്സാമിനർ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡിസിഷൻ ലെറ്ററും കാര്യങ്ങളെല്ലാം അവർ റിവ്യൂ ചെയ്യും. അതിനുശേഷമാണ് നിങ്ങൾക്ക് എന്തൊക്കെ, അതായത് വൈവ വേണോ, റിട്ടേൺ എക്സാം വേണോ, പ്രാക്ടിക്കൽസിന് എത്ര പേഷ്യൻറ്റിനെ കൊടുക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഡിസിഷൻ ലെറ്റർ റിവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് ഈ എക്സാമിനർ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യും. ഇനി നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ഇതിന് ട്രെയിനിങ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാണ്, എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം, അങ്ങനെയൊക്കെ അതിനെ പറ്റിയിട്ട് ഞാൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തന്നെ ശരിക്കും നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള അത്രയും ഉണ്ട്. ഞാനത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അതപ്പോൾ അതാണ് നമ്മുടെ തേർഡ് ഓപ്ഷൻ. ഇനി വരുന്നതാണ് ഫോർത്ത്. ഞാൻ പറഞ്ഞ പോലെ അപ്പീല് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, CORU നിങ്ങൾക്ക് തന്ന ഡിസിഷൻ ലെറ്ററിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങൾ അതിന് മുകളിൽ ഒരു കമ്മിറ്റിയുടെ മുകളിലോട്ട് പോകുന്നു. ലൈക്ക് നമ്മൾ കേസിനൊക്കെ കോർട്ടിൽ പോകുന്നു, അല്ലെങ്കിൽ മുകളിലോട്ട് പോകുന്നത് നമ്മൾ അപ്പീൽ കൊടുക്കുന്നു. സെയിം സംഭവം തന്നെയാണ്, പക്ഷേ ഇതും കുറച്ചൊരു ലോങ് പ്രോസസ്സാണ്. ഏകദേശം 1.5 വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ സോളിസിറ്ററൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ ഈ പറയുന്ന അപ്പീൽ കമ്മിറ്റിയുടെ അടുത്ത് നേരിട്ട് ചെന്ന് സംസാരിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്. നിങ്ങൾ ഇവിടെ അയർലൻഡിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും കേട്ടോ. പോയിട്ട് അവർ റിവ്യൂ ചെയ്യും. പക്ഷെ ഓൾറെഡി CORUവിൻ്റെ ഒരു ബോർഡ് എടുത്ത ഡിസിഷനെ അങ്ങനെ അപ്പീൽ കമ്മിറ്റി ഓവർകം ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് രജിസ്ട്രേഷൻ തരുന്ന കേസൊക്കെ വളരെ റെയറസ്റ്റ് ഓഫ് ദ റെയർ ആണ്. ഞാൻ അങ്ങനെ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷെ ചില ഏജൻസികളൊക്കെ അവകാശപ്പെടാറുണ്ട് അവരുടെ ആൾക്കാർക്ക് കിട്ടിയെന്നുള്ളത്. അതുകൊണ്ട് കിട്ടിയിട്ടില്ല എന്നൊന്നും എനിക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ വളരെ റെയർ ആണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ആരും അറിയില്ല അപ്പീലിന് പോയിട്ട് കിട്ടിയിട്ടുള്ളൂ. ഒന്നാമത് തന്നെ അപ്പീലിന് ആരും പോവാറില്ല. കാര്യം ഓൾറെഡി CORU കിട്ടാൻ വേണ്ടി ഇത്രയും നാൾ നമ്മൾ വെയിറ്റ് ചെയ്തു. പിന്നെ അപ്പീലിന് 1.5 വർഷം കളയുക എന്ന് പറയുന്നത് ആരും അങ്ങനെ ചെയ്യത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് അധികം ആൾക്കാർ അപ്പീലിന് പോവാറില്ല. എന്നാലും അപ്പീലിന് പോയാൽ ഇതൊക്കെയാണ് നിങ്ങൾ നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ. അയ്യോ, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ. ഈ ഡിസിഷൻ ലെറ്ററിൻ്റെ അകത്ത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊവിഷൻസി ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡെഫിസിറ്റ് വന്നിട്ടുള്ള ഓരോ പോയിന്റ് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. ഞാൻ ഇവിടെ ഒരു ഇമേജ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ എത്ര അവേഴ്സ് ഓഫ് കോമ്പൻസേഷൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നും പറയാം. ചിലർക്ക് 800 ആയിരിക്കാം, 600 ആയിരിക്കാം, 1200 ആയിരിക്കാം, 2000 അവേഴ്സ് ആയിരിക്കാം. അത് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും. അത്രയും അവേഴ്സ് ആണ്. ഇപ്പം നിങ്ങൾ അഡാപ്റ്റേഷനോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അത്രയും അവേഴ്സ് ആണ് നിങ്ങൾ ഒരു എംപ്ലോയറുടെ അണ്ടറിൽ വർക്ക് ചെയ്യേണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി ഡിസിഷൻ ലെറ്റർ. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. ഡിസിഷൻ ലെറ്ററിന് ഒരു വാലിഡിറ്റി ഉണ്ട്. അതൊരു ലൈഫ് ലോങ്ങിലേക്ക് വരുന്ന ഒരു സാധനമല്ല. ഡിസിഷൻ ലെറ്റർ വാലിഡ് ആയിരിക്കുന്നത് 18 മന്ത്സിലേക്കാണ്. 18 മാസത്തേക്കിലാണ് അത് വാലിഡ് ആയിരിക്കുന്നത്. അതിന് മുന്നേ തന്നെ നിങ്ങൾ ഇതിനെ ഒരു കരയ്ക്ക് അടുപ്പിക്കണം. അഡാപ്റ്റേഷൻ ആണെങ്കിൽ അഡാപ്റ്റേഷൻ ചൂസ് ചെയ്ത് POA സബ്മിറ്റ് ചെയ്ത് POA അവർ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ പിന്നെ 18 മാസം കുഴപ്പമില്ല. നമ്മളിത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അതല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ചിലപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇപ്പോൾ അങ്ങനെ നടത്താറില്ല. വളരെ വൺസ് ഇൻ എ ഇയറിലൊക്കെ മാത്രമേ ഇപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്താറുള്ളൂ. അപ്പം ഇപ്പോൾ ഒരു വർഷത്തിൽ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. ആ എക്സാം നമ്മൾ ക്ലിയർ ചെയ്തിട്ട് അടുത്ത എക്സാം എഴുതുന്നവരെ DL വാലിഡ് ആയിരിക്കില്ല. DL അതിന് മുമ്പ് എക്സ്പയർ ആയി പോകും. അപ്പോൾ DL എക്സ്പയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും എഗെയിൻ നിങ്ങൾ ബാക്ക് ടു സീറോ ആണ്. നിങ്ങൾ ചെയ്ത എല്ലാ കാര്യവും വീണ്ടും ചെയ്യേണ്ടി വരും. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നും കൂടെ പറയുകയാണ്. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ കുറച്ച് വൈസായിട്ട് ചിന്തിക്കുക. നമുക്ക് പെട്ടെന്ന് ഡിസിഷൻ ലെറ്റർ കാണുന്ന സമയത്ത് ഒരു ചിലപ്പോൾ ഷോക്കൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ 1% പോലും എക്സ്പെക്ട് ചെയ്യാതെ നമുക്ക് ഡയറക്റ്റ് രജിസ്ട്രേഷൻ കിട്ടാം. ചിലപ്പോൾ ഡയറക്റ്റ് രജിസ്ട്രേഷൻ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചിരുന്നിട്ട് ചിലപ്പോൾ നമുക്ക് 2000 മണിക്കൂറോ 1200 മണിക്കൂറോ ഒക്കെ അഡാപ്റ്റേഷനോ കോമ്പൻസേഷൻ മെഷറോ എന്തോ ആയിക്കോട്ടെ, കോമ്പൻസേഷൻ മെഷറോ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം എന്ത് വന്നാലും അതിനെ അക്സെപ്റ്റ് ചെയ്യുക. പെട്ടെന്നൊരു ഡിസിഷനിലോട്ട് എത്താനായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ പ്രിപ്പയർഡ് ആയിരിക്കും. ഇപ്പോൾ ഏജൻസിക്കാർ പറയുന്ന പോലെ കിട്ടും എന്ന് വിശ്വസിച്ചിരിക്കാതെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ആലോചിച്ച് അതിൻ്റെ പോംവഴി കണ്ടുപിടിച്ച് വെച്ചേക്കുക. അതാണ് എനിക്ക് തരാനുള്ള ഒരു അഡ്വൈസ്. കാര്യം ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റിയത്. ഇപ്പം ആരെങ്കിലും പറയുന്നത് കേട്ട് ഡയറക്റ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ടോടെ ഇരുന്നിരുന്നെങ്കിൽ
അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് 6 മാസത്തിനുള്ളിൽ ഇത് നടക്കും എന്ന് വിചാരിച്ചിരുന്നിരുന്നെങ്കിൽ ഞാനിപ്പോൾ എങ്ങും എത്തത്തില്ലായിരുന്നു. അപ്പം എപ്പോഴും നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുമെന്ന് വിചാരിച്ച് തന്നെ മുന്നോട്ട് പോവുക. അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു അഡ്വൈസ് കേട്ടോ. ഈ അഡ്വൈസ് തരാൻ ഞാൻ ആരുമല്ല, പക്ഷെ എങ്കിൽ പോലും ഇത്രയും ഒരു ജേർണിയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം അതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് DL-നെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളാം. അപ്പോൾ വേറെ എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്തോളാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.